കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ബന്ധം പുതിയൊരു തലത്തിലേക്ക് വളരുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിജയവും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ചില അപ്രതീക്ഷിത മുന്നേറ്റങ്ങളും നൽകിയ ആത്മവിശ്വാസത്തിൽ ഇത്തവണ കൂടുതൽ ജനപ്രിയ താരങ്ങളെ അണിനിരത്തി വോട്ട് ബാങ്ക് വിപുലീകരിക്കാനാണ് പ്രധാന മുന്നണികളെല്ലാം ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും താരസാന്നിധ്യത്തിലൂടെ അട്ടിമറി വിജയങ്ങൾ സ്വപ്നം കാണുന്നു. ദേശീയ തലത്തിൽ BJP പിന്തുടരുന്ന അതേ മാതൃക കേരളത്തിലും നടപ്പിലാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ജനപ്രിയ താരങ്ങളെ സ്ഥാനാർത്ഥികളാക്കുന്നതിലൂടെ നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാനും യുവാക്കളെ ആകർഷിക്കാമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. സുരേഷ് ഗോപി തൃശൂരിൽ നേടിയ വിജയം ഈ തന്ത്രത്തിന് വലിയൊരു ഉദാഹരണമായി BJP എടുത്തുകാട്ടുന്നു. BJP നേതൃത്വം നേരിട്ടും ദൂതന്മാർ മുഖേനയും പല പ്രമുഖ താരങ്ങളെയും സമീപിച്ചിട്ടുണ്ട്. നടൻ ജയസൂര്യ, ഗായകൻ മധു ബാലകൃഷ്ണൻ, നടി ശ്വേത മേനോൻ എന്നിവരുടെ പേരുകൾ ഇത്തരത്തിൽ ചർച്ചകളിൽ വന്നിരുന്നു. എന്നാൽ നിലവിൽ ഇവർ ആരും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല. BJP ടിക്കറ്റിൽ മത്സരിക്കാൻ വിമുഖതയുള്ളവർക്ക് NDA സഖ്യകക്ഷികളുടെ സ്ഥാനാർത്ഥിയാകാമെന്ന വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. മുൻപ് തന്നെ BJP രാഷ്ട്രീയത്തിൽ സജീവമായ മേജർ രവി ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുമെന്നത് ഉറപ്പാണ്. എറണാകുളത്തേക്കാൾ ഒറ്റപ്പാലം മണ്ഡലത്തിനോടാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ബിഗ് ബോസ് വിജയ് അഖിൽ മാരാർ 2020 പാർട്ടിയിൽ ചേർന്നതോടെ രാഷ്ട്രീയ ചിത്രം മാറി. കൊട്ടാരക്കരയിലോ തൃക്കാക്കരയിലോ NDA സ്ഥാനാർത്ഥിയായി അദ്ദേഹം വരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. പരമ്പരാഗതമായി സാംസ്കാരിക നായകന്മാരെയും എഴുത്തുകാരെയും മത്സരരംഗത്ത് ഇറക്കാറുള്ള കോൺഗ്രസ് ഇത്തവണ യുവതലമുറയെ ലക്ഷ്യം വെച്ച് ജനപ്രിയ താരങ്ങളെ പരിഗണിക്കുന്നുണ്ട്.